ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്തോ ഒരു വലിയ കാര്യമൊന്നും അല്ല, എന്നാലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണില്ലേ. നമ്മുടെ കൊല്ലം ആസാം മൈതാനത്ത് നടക്കുന്ന ഒരു ഫെസ്റ്റിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് കുറച്ച് ഷെയർ ചെയ്യണം തോന്നുന്നു. കണ്ട കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. ഇത് കണ്ടവരും കാണും, കാണാത്തവരും കാണും. എന്നാൽ കാണാത്തവർക്ക് വേണ്ടിയാവട്ടെ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് നമ്മുടെ എൻട്രി സ്ഥലം. നമ്മൾ നേരെ ചെന്ന് കയറി കാണുമ്പം ഇതാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന വ്യൂ. പിന്നെ നമ്മളിതെല്ലാം നടന്ന് വന്ന് കുറച്ചും കൂടെ മാറുമ്പോഴത്തേക്കും പെട്ടെന്നാണ്ട് അടുത്ത വ്യൂയിലോട്ട് മാറും. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെ കേട്ടോ. ആ സിനിമ കണ്ടവർക്ക് തന്നെ അറിയാം. അതിൽ അഭിനയിച്ച മെയിൻ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ സൈഡ് വാളിലായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. മെയിൻ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസുകളാണ് ഈ സൈഡ് വാളിൽ. അതിനകത്ത് അഭിനയിച്ച പകുതി മെയിനായിട്ടുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസ് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോ ഫോട്ടോകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നേരത്താണ് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ ഫോട്ടോസ് ഒരു കട്ട് ഓഫ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏതോ ഒരു ലക്ഷറിയസ് ഹോട്ടലിൽ വന്ന് എത്തിയ പോലാണ് ഒരു ഫീലിംഗ് ആണ്. എന്ത് രസമാണ് നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് അവരത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഓരോ ഇതും നല്ല രസമായിരുന്നു. ഒരുപാട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോ അവിടെ കട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വലിയ ഇതായിട്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു കാര്യം കണ്ടത്. ഇത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എന്ത് നല്ല രീതിയിലാണ് പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് ഫിലിം കണ്ടുവന്നതിൻ്റെ ഒരു നല്ല പ്രത്യേക ഫീലിംഗ് ആണ്. കണ്ടില്ലേ എന്ത് രസമാണെന്ന്. അവിടെ നിന്ന് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എത്തി. ആ കപ്പലിൽ നിന്നൊരു വ്യൂ, അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അവിടെ തന്നെ നമുക്ക് ഇന്ന് സ്പോട്ടുണ്ട് കേട്ടോ ഫോട്ടോയൊക്കെ എടുക്കാൻ. പിന്നെ റോസ് ആൻഡ് ജാക്ക്, നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ അവിടെ നമുക്ക് വേണ്ടി ഒരു തോണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. വളരെ മനോഹരമാണ് കേട്ടോ. പിന്നെ നമ്മുടെ എൻഡിങ്ങിൽ നമ്മുടെ ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു വ്യൂവും ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൈറ്റാനിക് സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യുന്നു. ആ വ്യൂ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത വ്യൂവിലേക്ക് മാറി. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ആ കേവിലെ കുറിച്ചൊക്കെയുള്ള ഒരു കഥയാണ്. അപ്പോൾ ആ ഗുഹയിലോട്ട് കയറാൻ തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയി. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ഗുഹയിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് എൻട്രിയുടെ വ്യൂ എന്ന് പറയുന്നത്. കറക്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഒരു ഗുഹയിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഉള്ള അതേ ഇത് തന്നെ ആയിരുന്നു, സീനറി തന്നെ ആയിരുന്നു. കാരണം ചിലന്തി വലയ്ക്ക് ചിലന്തി വല, അങ്ങനെയൊക്കെ നല്ലൊരു ഇതായിട്ടാണ് അവർ കറക്റ്റ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പേടിച്ചു കൊടുക്കും. കാരണം നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതനുസരിച്ച് ഇരുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കത് കാണുമ്പോൾ പേടിയായിരുന്നു. പക്ഷെ നമ്മൾ ഏറ്റവും അവസാനം എത്തിയപ്പോൾ തന്നെ അടിപൊളി ഒരു വ്യൂവിലെത്തിച്ച്. അവിടെ ആണെങ്കിൽ ഇങ്ങനെ കുറേ വെള്ളച്ചാട്ടവും നല്ല രസമുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം കണ്ടുവരുമ്പം തന്നെ കണ്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ മെയിൻ ഐറ്റം എത്തി. അതേപോലെ തന്നെ കുറേ സാധനങ്ങളും വാങ്ങാനും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതാ പുറത്തെ വ്യൂ ആണ് കേട്ടോ. ഏറ്റവും അവസാനം എൻഡിങ് വ്യൂ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ അവസാനത്തെ വ്യൂവിൽ വലിയവർക്കും കുട്ടികൾക്കും ഒരേ രീതി എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണാത്തവർ പോയി വേഗം കണ്ടു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.